ഇനി എല്ലാരും കുറച്ചധികം വർത്താനം പറയാനായിട്ട് റെഡി ആയിട്ടിരിക്കണം. കാരണം എല്ലാത്തിനും ആൻസർ തരാൻ തയ്യാറായിട്ട് നമ്മുടെ ആൻസറക്കുട്ടി എത്തുന്നു. വെൽക്കം ആൻസറക്കുട്ടി ഓൺ സ്റ്റേജ്. അതൊക്കെ പറയാം. നമുക്ക് ആദ്യം യൂട്യൂബ് നോക്കാം. യൂട്യൂബോ? ഇപ്പൊ വരും ഒരു സാധനം. എവിടെ നോക്കട്ടെ? ഹായ് ഗായ്സ്, ഞാൻ ആൻസറാ. ഇന്നെന്തിനാ വന്നേക്കണേന്ന് അറിയാമോ? ഞാൻ കുറച്ച് ആൾക്കാരെ കാണാനാ വന്നേക്കണത്. അവർക്ക് എന്റെ പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. ഞാൻ നല്ല പാട്ടുകാരിയായ കാരണം അവർക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നെ. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞിട്ടില്ല, ഞാൻ വരണ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്കൊന്ന് പോയാലോ? പോയാലോ? അകത്തുണ്ട്. നീ ആരാ? മാറിക്കേ. എന്നെ അറിയാമോ? ഇതാര്? ആൻസറക്കുട്ടിയാ. ടോപ്പ് സിംഗറിൽ പാടുന്ന കൊച്ചല്ലേ, ഞങ്ങക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. പിന്നെന്താ മോളിങ്ങനെ ഇവിടെ? ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. അല്ല, മറ്റുള്ളവരെവിടെ? അവരെല്ലാം ഇവിടെ ഉണ്ട്, അവിടെ അടുക്കളയില്. ഹലോ, ആരാ ഇത്? ആൻസേറ മോളോ? ഇത് എന്താ ഇവിടെ? ഞാൻ നിങ്ങളെ കാണാൻ വന്നതാ. ആണോ? ഇതാരാ വന്നേക്കണേ നോക്കിയേ, എല്ലാരും കൂടെ വന്നേ. ഇതാരാ നോക്കിയേ വന്നേക്കണത്? മോളേതായാലും ഇവിടം വരെ വന്നതല്ലേ, ഒരു പാട്ട് പാട്. ഏത് പാട്ട്? ഉണ്ണി വാമാവോ? അത് വേണ്ട, ഒന്നാനം പൂമരത്തിൽ പാടേ. അത് വേണ്ട, റിമി മോളുടെ കൂടെ പാടിയ ഉള്ളിൽ കൊതിയുടെ ഒരു മതി. അത് വേണ്ട, ചക്കര പന്തലില് പാടിയാ മതി. ചക്കര പന്തലിൽ തേൻ മടച്ചൊരിയും ചക്രവർത്തി കുമാരാ, നിൻ മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ഇനി എല്ലാരും എന്നെ കൂടി പാട്ട് പാടോ? ഉള്ളിൽ കൊതി വിടരുമെന്താണ് ഒളി കണ്ണുള്ള പ്രിയവരനേ. മിണ്ടാൻ മടി മനസ്സിനെന്താണ് ഇടനെഞ്ചിന്റെ പ്രിയതമനേ. എനിക്കൊരു സാധനം തരാനുണ്ട്. അയ്യോ, 7 മണിയായി. ഇന്ന് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ എന്റെ പാട്ടുണ്ട്. എല്ലാരും ഫ്ലവേഴ്സ് കാണണോട്ടാ. ബൈ ബൈ. അങ്ങനെ കിട്ടിയതാണല്ലേ ടെഡി ബെയർ? എന്തോ ഒരു പേര് ഇഷ്ടപ്പെടുന്നത്. അതെ 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 അതെ, എത്ര ഫാൻസാ. എനിക്ക് വയ്യ. ഇത് എവിടെയായിരുന്നു ഈ വീട്? ഈ വീട് പറയാൻ പറ്റണില്ല. കൊച്ചി തന്നെയല്ലേ? അതെനിക്ക് മനസ്സിലായി. കാരണം എങ്ങനെ മനസ്സിലായി വെച്ചാ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി. കാരണം നമ്മുടെ ആൻസറക്കുട്ടി ഇഷ്ടമാണ് എന്നല്ലേ പറയാറുള്ളത്, അവരും അങ്ങനെ പറഞ്ഞു ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് കൊച്ചിയാന്ന് മനസ്സിലായി. സൂപ്പർ ആയിട്ടുണ്ട്. പാടാൻ പോണേ? ഞാനൊരു കൊച്ചിക്കാരിയായണം. ആ കൊച്ചിക്കാർക്ക് വേണ്ടി പാടാൻ പോണ പാട്ടാ. രണ്ട് കണ്ണ്. കൊള്ളാലോ, ഇന്നത്തെ കോസ്റ്റ്യൂം കളിക്കിട്ടുണ്ട് കേട്ടോ. എനിക്ക് കോസ്റ്റ്യൂം കണ്ടപ്പോ ഞാൻ കാർട്ടൂണിലത്തെ കോസ്റ്റ്യൂമായി കാണുന്നത്. ഈ കോസ്റ്റ്യൂം കണ്ടപ്പോഴേ എനിക്ക് ഇങ്ങനെ ശിവാംഗിയെ ഓർമ്മ വന്നു. കാരണം ശിവാംഗിയുടെ ഒരു ആൽബത്തിൽ സെയിം കോസ്റ്റ്യൂമാ. ഇവിടുന്ന് ഇങ്ങനെ മുടി സെയിം മുടി, സെയിം യെല്ലോ, ഇതേ ഇത് വേഗം ഇങ്ങനെ അതിന്റെ ഡീറ്റെയിൽസോ? മ്യൂസിക് MS ബാബുരാജ് and lyrics PM കാസിം. and പാടിയത് ഷഹബാസ് അമൻ. ഷഹബാസ് അമൻ.
അമൻ. അങ്കിൾ. വലിയൊരു സിംഗറാട്ടോ. അതെ, പാട്ടൊക്കെ അതെ. പാടിയേക്കുന്ന ചേട്ടൻ. ആ ഗസലൊക്കെ പാടും അങ്ങനെ. പറ്റത്തില്ല എനിക്ക്. സംഗീതം ആരാന്നാ പറഞ്ഞേ? മ്യൂസിക് MS ബാബുരാജ്. അല്ലല്ലോ, അതാ പഠിച്ചേക്കണത്. പഴയതാണ് പഠിച്ചേക്കണത്. പഴയതാണ് വന്നത്. ഡീറ്റെയിൽസ് അല്ലേ? ഓക്കെ നെയ്യും ഓക്കെ. റസൂലും. ആ മനസ്സിലായി മനസ്സിലായി. സിനിമയുടെ ഇയർ 2013. ആ മിടുക്കി. യെസ്. അപ്പൊ തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കണ്ട രണ്ട് കണ്ണ്, കണ്ട രണ്ട് കണ്ണ്, കഥകിൻ മറവില് നിന്ന് കരിനില കണ്ണുള്ള പിന്ന്, കുറുനിര പരത്തണ പിന്ന്. കണ്ട രണ്ട് കണ്ണ്, കണ്ട രണ്ട് കണ്ണ്, കണ്ട രണ്ട് കണ്ണ്, കണ്ട രണ്ട് കണ്ണ്, കഥകിൻ മറവില് നിന്ന് കരിനില കണ്ണുള്ള പിന്ന്, കുറുനിര പരത്തണ പിന്ന്. കണ്ട രണ്ട് കണ്ണ്. ആപ്പിള പോലത്തെ കവിള് നോക്കുമ്പോ കാണണ കരള്. ആപ്പിള പോലത്തെ കവിള് ആ നോക്കുമ്പോ കാണണ കരള്. പൊന്നിൻ കുടം മെല്ലെ കുരുക്കും, പൊന്നിൻ കുടം മെല്ലെ കുരുക്കും, അന്നപ്പിട പോലെ അടിവെച്ച് നടക്കും. കണ്ട് രണ്ട് കണ്ണ്, കണ്ട് രണ്ട് കണ്ണ്, കഥകിൻ മറവില് നിന്ന് കരിനില കണ്ണുള്ള പിന്ന്, കുറുനിര പരത്തണ പിന്ന്. കണ്ട് രണ്ട് കണ്ണ്. കുരുച്ചില്ലി കൊടി കാട്ടി വിളിക്കും, കുടമുല്ല മുട്ടു കാട്ടി ചിരിക്കും. കുനുച്ചില്ലി കൊടി കാട്ടി വിളിക്കും, കുടമുല്ല മുട്ടു കാട്ടി ചിരിക്കും. കുണുങ്ങി കുണുങ്ങി കുഞ്ചി കുടഞ്ഞാടി, കുണുങ്ങി കുണുങ്ങി കുഞ്ചി കുടഞ്ഞാടി, ഇണങ്ങിയും പിണങ്ങിയും മനസ്സിനെ കൊടുക്കും. കണ്ട് രണ്ട് കണ്ണ്, കണ്ട് രണ്ട് കണ്ണ്, കഥകിൻ മറവില് നിന്ന് കരിനില കണ്ണുള്ള പിന്ന്, കുറുനിര പരത്തണ പിന്ന്. കണ്ട് രണ്ട് കണ്ണ്, കണ്ട് രണ്ട് കണ്ണ്, കണ്ട് രണ്ട് കണ്ണ്. ആഹാ, കൊള്ളാലോ. അടിപൊളിയായിട്ട് പാടിയിട്ടോ. താങ്ക് യു. ആൻസർ കുട്ടി ആ നല്ല മിടുക്കിയായിട്ട് പാടിയിട്ടോ. താങ്ക് യു. ഭയങ്കര ടഫായിട്ടുള്ള പാട്ടാണല്ലോ. ഏ അതെ, ഇതെങ്ങനെ ഇത്ര ടഫായിട്ടുള്ള പാട്ടൊക്കെ എങ്ങനെ സ്റ്റേജിൽ ഒന്ന് പറഞ്ഞേ? ഞാൻ ഇപ്പൊ 8 വയസ്സായ കാരണം 8 വയസ്സായ കാരണമാണ്. ഇപ്പൊ എനിക്ക് പാടാൻ പറ്റണുണ്ട്. അത് ആണല്ലേ? ഈ പാട്ടൊക്കെ പാടാൻ പറ്റുന്നുണ്ട്. അത് ശരിയാ. ഇവള് പോലാ തോന്നുന്നത്. സിമ്പിൾ പോലെ തോന്നണേ. ആ കറക്റ്റാ. എന്തായാലും നന്നായിരുന്നു. പല്ലവി നന്നായിരുന്നു, ആ. അനുപല്ലവി നന്നായിരുന്നു, ചരണം നന്നായിരുന്നു. അനുപല്ലവിയിൽ ഒരു ലൈൻ മാത്രം ഒരു കൺഫ്യൂഷൻ. മധുവങ്കളിന് ഒന്ന് പാടിത്തരാമോ? ആപ്പിള പോലത്തെ കവിള് നോക്കുമ്പോ കാണണ കരള്, നോക്കുമ്പം കാണണ്. നോക്കുമ്പോ കാണണ കരള്. അതാണ്. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ആ, ഓക്കെ, മിടിക്കുക. ആ. ഇതുപോലെ ടഫായിട്ടുള്ള പാട്ടുകളൊക്കെ ഇനിയും കൊണ്ടുവരണം കേട്ടോ. ഓ. അടുത്തത് പിന്നെ മാമൻ തമിഴ് പാട്ടാ വന്നത്. ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും കൊള്ളാം, നന്നായി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചക്കരേ, എന്തോ ആൻസർ കുട്ടാ നന്നായിട്ട് പാടിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു ഒറ്റ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്ലിയർ ആവാതെ കേട്ടോ. ബാക്കിയെല്ലാം മക്കള് നന്നായിട്ട് പാടി. താങ്ക് യു. വേറൊന്നും ഒന്നും പറയാനില്ല. അപ്പൊ ബിനിയാൻഡി ലാസ്റ്റ് എന്ത് പറയും? God bless you. God bless you. അതാരാ പറഞ്ഞേ? അത് ദേ മക്കളാ. പക്ഷെ ഈ പാട്ട് ഇങ്ങനെ കുഞ്ഞൊരു പാട്ടാണെങ്കിലും ഇതെന്തോ ഈ സിനിമയായിട്ട് വളരെ യോജിച്ച അതിന്റെ സിറ്റുവേഷനും പ്രത്യേകിച്ച് ആൻഡ്രിയയും ഫഹദും കൂടെ ഉള്ള ചില അന്നേ റസൂലില്ലേ, ആ, ആ. അന്നേന്ന് ചേച്ചിയില്ലേ, ആ.
അന്ന എന്റെ വീട്ടിൽ വിളിക്കണ പേരാ. ഓ അന്നക്കുട്ടി. ഓ അങ്ങനെ വിളിക്കണേ അല്ലേ? അതുകൊണ്ടാണ് ഈ സിനിമയും ഈ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടത് അല്ലേ? പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു പ്രത്യേകത തോന്നുന്ന ഒരു പാട്ട്, അതാണ് ഈ പാട്ട് എല്ലാരും പെട്ടെന്ന് ശ്രദ്ധിച്ചത്. അന്നൂന്നും വിളിക്കും. അന്നൊന്നും വിളിക്കും. അതെ, ഞാനിപ്പോ എന്താ വിളിക്കണ്ടേ? അന്നക്കുട്ടി. അന്നക്കുട്ടിയെ. പിന്നെ സെറാന്ന് വിളിക്കില്ലേ? സെറക്കുട്ടി, അന്നക്കുട്ടി എന്ന് വിളിച്ചാ മതി. അന്നക്കുട്ടി. അന്നക്കുട്ടി അതൊക്കെ കൊള്ളായിരുന്നില്ലേ? കണ്ട് രണ്ട് കണ്ണ്, രണ്ടുണ്ട കണ്ണ്. ഇത് ആക്ച്വലി 1973 ചുഴി എന്ന സിനിമയിലുള്ള ഒരു പാട്ടാണ്, പണ്ടത്തെ ഒരു പാട്ടാണ്. അത് MS ബാബുരാജ് മാഷാണ് അതിന് സംഗീതം ചെയ്തിരിക്കുന്നത്. പാടിയിട്ടുള്ളത് മെഹബൂബ് ഒക്കെയാണ്. പിന്നെ ഇത് എഴുതിയിട്ടുള്ളത് PA കാസിം. ഇത് വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള, ഇത് ഡിഫറെന്റ് ആയിട്ട് ചെയ്തതാണ്. പിന്നീട് അന്നയും റസൂലിന് വേണ്ടി വീണ്ടും ആ പാട്ടെടുത്ത് പഴയത് പുതിയതാക്കിയത്. പഴയത് പുതിയതാക്കിയതാണ്. കറക്റ്റ്. എല്ലാം അറിയാം. നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങോട്ട് വേണേ സംശയം ചോദിച്ചാൽ പറഞ്ഞു തരും. ഇതൊക്കെ ആരാ പറഞ്ഞു തന്നെ പഴയത് പുതിയതാക്കിയതാന്ന്? എന്താ ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് മദർ ആണല്ലേ? അപ്പൊ ആൻസർ കുട്ടിക്ക് ഇന്ന് ഞങ്ങൾ തരുന്ന മാർക്ക് 99 ഔട്ട് ഓഫ് 100. താങ്ക് യു. ആടിയൊരു അന്നക്കുട്ടി പൂക്കുട്ടി. താങ്ക് യു. പാവ എവിടെ? പാവ അവിടെ ഇരിപ്പുണ്ട്. പാവമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. നല്ല കിടലായിട്ട് പുള്ളി അവിടെ ഇരിക്കുന്നത്. വന്നേക്കുന്നതിൽ ഇങ്ങനെ സെറ്റപ്പ് ആയിട്ട് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. VIP സെറ്റപ്പില്. ഓക്കേടാ, ബൈ. 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 ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ, ടേക്ക് കെയർ. ബൈ. See you.